സിനിമ അതിജയിച്ചവരുടേത് കൂടിയാണെന്ന് ഈ കഥ നമ്മളെ ബോധ്യപ്പെടുത്തും. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ വേദിയും അവരെ ചേർത്ത് പിടിക്കും. തലയിലും മുഖത്തും 680 സ്റ്റിച്ചുകളുമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിൻ്റെ വേദിയിൽ ഉണ്ട്. സിനിമാ കഥയിൽ വരുന്ന ഒരു സിനിമാക്കാരൻ്റെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണിത്. ജനുവരി 6 വൈകുന്നേരം 5:30 സാംലാൽ പി തോമസ് എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് ഇരുട്ടു പടർന്നത് അന്നാണ്. വയനാട് മാനന്തവാടിയിൽ വെച്ച സാംലാൽ സഞ്ചരിച്ച ബൈക്കിലേക്ക് മരണത്തിന്റെ ദൂതുമായി വന്ന ജീപ്പ് ഇടിച്ചു കയറി. കണ്ടവർ മരിച്ചെന്ന് പറഞ്ഞു. ശേഷിച്ച ജീവന്റെ തുടുപ്പുമായി ആശുപത്രി കിടക്കയിൽ മാസങ്ങൾ. ഹെൽമറ്റ് വെച്ചിരുന്നെങ്കിലും പരുക്കത്രയും തലയിലും മുഖത്തുമായിരുന്നു. കണ്ണിന് സ്ഥാനമാറ്റം സംഭവിച്ചു. ആ മുഖത്തും തലയിലുമായി 680 തുന്നലുകളാണ് വേണ്ടിവന്നത്. ആക്ച്വലി ഞാൻ ജീപ്പിനെ മുമ്പൊന്ന് കാണുന്നുണ്ടായിരുന്നു, പിന്നെ ഒന്നും ഓർമ്മയില്ല. അതൊന്ന് കാര്യമായിട്ടുള്ള പരിക്കുണ്ടായിരുന്നു. എനിക്ക് തലയ്ക്കായിരുന്നു കൂടുതലായിട്ട് പരിക്കുണ്ടായിരുന്നത്. എൻ്റെ കണ്ണ് പ്രശ്നം, 2 കണ്ണും പ്രശ്നമായിരുന്നു. അതിലൊരു കണ്ണ് കുറച്ച് വെളിയിലേക്കായിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. ഹെഡിനാണ് കൂടുതലും ആക്സിഡൻറ്റ് ഉണ്ടായത്. ഏകദേശം ഒരു 600-ന് മുകളിൽ സ്റ്റിച്ചുണ്ട്. മുഖം മൊത്തം ഇപ്പോൾ പ്ലാസ്റ്റർ ചെയ്തതാണ്, പ്ലാസ്റ്റിക് സർജറിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മുഖത്തൊരു 16ഓളം സ്ക്രൂ ഉണ്ട് ഇപ്പോൾ. ഒപ്പമുണ്ടായിരുന്നവരെ പോലും അത്ഭുതപ്പെടുത്തി സാംലാൽ പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. പക്ഷേ കാഴ്ച നഷ്ടപ്പെട്ടു. ഛായാഗ്രഹകനായിരുന്ന സാംലാലിന് കാഴ്ചയില്ലാത്ത ജീവിതം ചിന്തിക്കാവതായിരുന്നില്ല. ക്യാമറ കണ്ണിലൂടെ ജീവിതം കണ്ട മനുഷ്യന് 1 കൊല്ലം കാണാനായത് ഇരുട്ടു മാത്രം. ജീവിതത്തിലേക്ക് വെളിച്ചം പതിയെ എത്തിയെങ്കിലും ഒന്നും പഴയതുപോലെയായില്ല. കണ്ണ് തീരെ കാണാണ്ട് ഏകദേശം ഒരു വർഷത്തോളം ബ്ലൈൻഡായിരുന്നു, കണ്ണ് കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ എനിക്ക് സിനിമ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. സിനിമ ചെയ്യണം എന്നാണ്, സിനിമയാണ് എൻ്റെ അന്നം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ടെൻഷനായതും വിഷമമായതും. രണ്ടാമത് പിന്നെ മെല്ലെ മെല്ലെ കണ്ണ് കാണാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഭയങ്കര വെളിച്ചവും പിന്നെ ഒരാളെ തന്നെ ഒരു 6-7 ആയിട്ടാണ് കാണുക. അപ്പോൾ പിന്നെ കൂടുതൽ ടെൻഷനായി, ഇതിന് വേറെ എന്തെങ്കിലും ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു. പക്ഷെ അത് പിന്നീട് രണ്ടാമത് ചെറുതായി വന്ന് പിന്നെ കളറൊക്കെ കാണാനായി. ഒരു ബ്ലൈൻഡ് അനുഭവിക്കുന്ന ഒരു ബ്ലൈൻഡായിട്ടുള്ള ഒരാളുടെ ബുദ്ധിമുട്ട് ശരിക്കും ഞാൻ അനുഭവിച്ചതാണ്. അവിടെ നിന്നാണ് സാംലാലിൻ്റെ അതിജീവനം. കൂട്ടുകാർക്ക് പോലും തിരിച്ചറിയാനാവാതെ പോയ മുഖം പ്ലാസ്റ്റിക് സർജറിയിലൂടെ വീണ്ടെടുത്തു. ജീവിതം അപാരമായ ഇച്ഛാശക്തിയിലൂടെയും. ഇന്ന് IFFK വേദിയിൽ അഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഈ ചെറുപ്പക്കാരൻ മറ്റാരുമല്ല. മലയാള സിനിമയുടെ പ്രൗഢി ദേശീയ പുരസ്കാര വേദിയിൽ വരെ എത്തിച്ച ആളൊരുക്കം എന്ന സിനിമയുടെ ഛായാഗ്രാഹകൻ സാംലാൽ പി തോമസ്. ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാലത്ത് തന്നെയാണ് ആളൊരുക്കത്തിന് സാംലാൽ ക്യാമറ ചലിപ്പിച്ചത്. അപകടത്തിന് മുൻപ് സ്വതന്ത്ര ക്യാമറാമാൻ എന്ന നിലയിൽ ഒരു സിനിമ ചെയ്തിരുന്നു. ആളൊരുക്കത്തിന് ശേഷം അവസരങ്ങൾ അനവധി തേടിയെത്തി. അവാർഡുകൾ പലത് ലഭിച്ചു. പക്ഷേ സാംലാലിൻ്റെ അതിജീവന കഥ അധികമാരും അറിഞ്ഞില്ല, പറഞ്ഞതുമില്ല. മുൻപ് കണ്ടവരെ പോലും ഇനി കാണാൻ കഴിയില്ലെന്നൊരു ദശാസന്ധി. അവിടെ നിന്നാണ് സാംലാൽ രാജ്യം മുഴുവൻ കണ്ട് കൈയടിച്ചൊരു സിനിമയുടെ പിന്നിലെ കരുത്തായത്. കാരണം സിനിമ സ്വപ്നം കാണുന്നവരുടേതാണ്. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24, തിരുവനന്തപുരം. സാംലാലിന് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന് നമ്മൾ ഇപ്പോഴാണ് പ്രേക്ഷകരും നമുക്കൊക്കെ മനസ്സിലാകുന്നത്. ആ മനുഷ്യനാണോ ഈ നിൽക്കുന്നതെന്ന് പോലും പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കുക. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കഥയാണ് ഈ മനുഷ്യൻ്റെ, ഈ ക്യാമറമാൻ്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.